ഹലോ, ഇന്നെനിക്കൊരു ടാസ്ക് എൻ്റെ ഇളയ മോൻ തന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചു കൊടുക്കണമെന്ന്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുവാണ്. നമ്മുടെ ലുലു മാർക്കറ്റിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു മാർക്കറ്റാണ്. ഈ കടകളൊക്കെ എവിടെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന് വന്നപ്പോഴൊരു ഷൂ കട കണ്ടത്. ഇവിടെ കയറി അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് ഓർത്ത് നോക്കിയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂ വേണ്ട, വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും കടകൾ തപ്പി നടന്നപ്പോഴാണ് ഒരു ചോക്ലേറ്റ് കട കണ്ടത്. ചോക്ലേറ്റ് കട കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ട്. അച്ഛൻ ലീവിന് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും പറഞ്ഞു കൊണ്ടുവരിക്കുന്ന ചോക്ലേറ്റാണ്. അന്ന് അതിവിടെ ഉണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുത്ത് അവൻ ഹാപ്പി ആകുമല്ലോ എന്നോർത്ത് ഞാൻ ആ ചോക്ലേറ്റ് തപ്പി ഇങ്ങനെ നടക്കുവാണ്. പക്ഷെ അത് മാത്രം അവിടെ കാണുന്നില്ല. ജെല്ലിൻ്റെതും അല്ലാതെ എല്ലാം അവിടെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ തിരക്കിയ ചോക്ലേറ്റ് മാത്രം അവിടെ എങ്ങും കാണുന്നില്ല. അപ്പോഴാണ് ദേ മൂലയ്ക്ക് കയറി ഒരു പപ്പിക്കുട്ടി ഇരിക്കുന്നത്. അന്നേ അതിനെ ഒന്ന് എടുത്ത് നോക്കി. സമയം പോകുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് എടുത്ത് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കി ദേ അടുത്തത് അന്ന് അതിനെ ഒന്ന് വാരി എടുക്കാമെന്ന് ഓർത്ത് വാരി എടുത്ത് നാട്ടിയൊക്കെ നോക്കിയപ്പോഴാണ് താഴെ ഇരിക്കുന്നത് ആ ഒരു മഞ്ഞ പപ്പിക്കുട്ടി. അന്ന് അതിനെ ഒന്ന് തൊട്ട് പിടിച്ചൊക്കെ എടുത്ത്. അപ്പോൾ ചോക്ലേറ്റ് അവിടെ നിന്ന് കിട്ടത്തില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ സമയം കളയാതെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കട തപ്പി പോകാമെന്ന് ഓർത്ത് ഇറങ്ങി. കുറച്ച് നടന്നപ്പോൾ ഉണ്ട് കാഡ്ബറീസിൻ്റെ ഒരു ഷോറൂം. കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് കട. അന്ന് അവിടെ കയറി അവിടെ ഉണ്ടാകുന്ന നോക്കാമെന്ന് ഓർത്ത് ഗൈസ് ഞാനിങ്ങനെ നോക്കി നടക്കുവാണ്. പക്ഷെ അത് മാത്രം കാണുന്നില്ല. എന്ത് ഇതൊന്നും ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്ന് അതൊന്നും അല്ല, എടുത്ത് നോക്കുന്നതൊന്നും അവന് ഇഷ്ടപ്പെടുന്നതല്ല. പിന്നെ ഞാൻ ഓർത്ത് കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് ഓർത്ത് അങ്ങനെ നോക്കി നടക്കുവാണ്. വെപ്രാളം കൊണ്ട് കണ്ണും കാണുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴല്ലേ ഗൈസ് ഗോപുരം പോലെ ഇരിക്കുന്ന അവന് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്. അതിൽ നിന്ന് ഞാൻ എടുത്ത ചോക്ലേറ്റിലുള്ള ഇത് കാണിച്ചു തരാം ഗൈസ് എന്തുവാ എടുത്തതെന്ന്. ബെസ്റ്റ് സൺ എന്നുള്ളതാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവൻ ഓടി വന്ന് എനിക്ക് മമ്മൈ ഹീറോ എന്നുള്ള ചോക്ലേറ്റ് തിരികെ ഹാപ്പിയായി ഞങ്ങൾ.